നമസ്കാരം. ഇന്ന് വോക്ക് ടോക്സിലേക്ക് സ്വാഗതം. പക്ഷേ ഇന്ന് വോക്ക് ടോക്സ് അല്ല, ഇന്ന് സ്റ്റാൻഡിങ് ടോക്കാണ്. വളരെ എന്താ പറയുക, രസകരം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കരധികം എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ എന്ത് മനുഷ്യനാണ്, എന്ത് വൃത്തികെട്ടവനാണ്, എനിക്ക് ഇറങ്ങി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് തോന്നിയ എൻ്റെ ഒരു യാത്രാനുഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ഈ വിമാനയാത്രകളിൽ ധാരാളം കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ വിമാനത്തിൽ പല ആളുകൾ പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ചില ആൾക്കാർ ആദ്യമായിട്ട് കയറുന്നവരുണ്ടാവാം, അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കാം, അവരുടെ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർ ഭയങ്കര റൂഡായിരിക്കാം, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വിമാനയാത്രയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച ശരിക്കും ഞാനൊരിക്കലും മറക്കില്ലാത്തൊരു കാഴ്ചയാണ്. അത് ഞാൻ ആ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഒരിക്കലും ഒരാൾ അത്തരത്തിൽ ആ ഒരു എയർ ഹോസ്റ്റസിനോടൊന്നല്ല ആരോടും ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ നല്ല എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എമിറേറ്റ്സ് ആണെങ്കിലും ഖത്തർ എയർവേസ് ആണെങ്കിലും സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിലും ഇതിലൊക്കെ ലോങ് യാത്രകൾ നടത്തുന്ന ആൾക്കാർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയിൽ നിന്നുള്ള അല്ലെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ ഭയങ്കര മോശമാണ്, ഇല്ലേ ഇന്ത്യയിലേക്കുള്ള സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. നേരെ മറിച്ച് ദുബായിൽ നിന്ന് ലണ്ടനിലേക്കോ യൂറോപ്പിലേക്കോ US-ലേക്കോ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് ഫർദർ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകുമ്പോഴത്തേക്കും ആ ഫ്ലൈറ്റ് നല്ലതായിരുന്നു, ഇല്ലെങ്കിൽ ആ ഫ്ലൈറ്റിലെ ക്രൂ വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അതിനൊരു വലിയൊരു ഫാക്ടറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവരിപ്പോൾ ഒരു ഇന്ത്യൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാസഞ്ചേഴ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസഞ്ചേഴ്സ് ഇത്തരത്തിലാണ് എന്നൊക്കെ അവരുടെ മനസ്സിൽ അവരുടെ ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇതും അതേപോലെ തന്നെ അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡും ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇതിൽ ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ യാത്രയിൽ സംഭവിച്ചൊരു കാര്യമല്ല, ഒരു ഡൊമസ്റ്റിക് യാത്രയിൽ സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളാർക്കും അറിയാം, ഞാനിപ്പോൾ കരീബിയൻ യാത്രകളിലാണ്. അപ്പോൾ കരീബിയൻ യാത്രകളിൽ ഞാൻ അമേരിക്കയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഞാൻ JFK ന്യൂയോർക്കിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ കൊച്ചിയിൽ നിന്നും രാത്രിയിൽ 9:30-10 മണി ആ സമയത്ത് എന്തോ ഉള്ള ഒരു ഡൽഹി വിമാനത്തിലാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ചെറിയ വിമാനമാണ്, എയർബസ് A320 വിമാനമാണ് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത്. എയർ ഇന്ത്യയുടെ പുതിയ ലേ ഔട്ടിലുള്ള, അതായത് പുത്തൻ വിമാനമായിരുന്നു അത്. അതായത് ഒരു നമുക്ക് എയർ ഇന്ത്യ ഇപ്പം മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എയർ ഇന്ത്യയുടെ പഴയ വിമാനങ്ങൾ ഒക്കെ റീഫർബിഷ് ചെയ്ത് പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയ വിമാനങ്ങളിലാണെങ്കിലും പഴയ വിമാനത്തിലാണെങ്കിലും സ്റ്റാഫ് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. പഴയ സ്റ്റാഫൊക്കെ മാറി പുതിയ യങ് ജനറേഷൻ, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള യങ് ജനറേഷൻ സ്റ്റാഫുകൾ വരുന്നു, പുതിയ ആളുകൾ വരുന്നു, നല്ല ഭക്ഷണം വിളമ്പുന്നു. സോ എയർ ഇന്ത്യ വളരെ നല്ല ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. റീസെൻ്റായിട്ട് ട്രാവൽ ചെയ്ത എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാനും പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എയർ ഇന്ത്യ മാത്രം മാറിയാൽ മതിയോ? പോരല്ലോ, നമ്മൾ ഇന്ത്യക്കാരെ കൂടെ മാറണ്ടേ, ഇല്ലേ? എന്നാലേ ശരിയാവുള്ളൂ. ഞാൻ കൊച്ചിയിൽ നിന്നുള്ള ഈ ഒരു വിമാനത്തിൽ ഞാൻ കയറുന്നു. ഓഫ് കോഴ്സ് ഞാൻ ആ സമയത്ത് ബിസിനസ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ അപ്പുറം ഇപ്പുറം ആയിട്ട് 2 റോയിലായിട്ട് 8 സീറ്റുകളാണ് ആകെയുള്ളത്. അപ്പോൾ ഞാൻ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നു. എൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ആരുമില്ല. എൻ്റെ മുമ്പിലത്തെ സീറ്റിൽ 2 പേരുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ലെഫ്റ്റിലുള്ള ഒരു സീറ്റിൽ, അതായത് എൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിൽ ഒരാളിരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ് കാലിയായിരുന്നു, അവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ ബോർഡിങ് എല്ലാം കഴിഞ്ഞു. അവസാനമായിട്ട് ഒരു വ്യക്തി അവിടെ കയറി വരുന്നു. എന്നിട്ട് അയാൾ ആ ഫ്രണ്ട് റോയിൽ ലെഫ്റ്റിൽ മേ ബി 1A ആണെന്ന് തോന്നിയ 1α ആ ഒരു സീറ്റിൽ വന്നിരിക്കുന്നു. പുള്ളി വരുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ട് അവസാനമായിട്ട് ബോർഡ് ചെയ്ത ആളെ ഞാനിങ്ങനെ നോക്കുന്നു, വളരെ കാഷ്വലായിട്ട് ഞാൻ നോക്കുന്നു. പുള്ളി വരുന്നു, അവിടെ ഇരിക്കുന്നു, ബാഗൊക്കെ മേളി വെച്ചിട്ട് പുള്ളി അവിടെ സെറ്റിൽ ആവുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പോൾ ക്രൂ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവരുന്നു. പുള്ളി എന്തോ പറയുന്നു. പുള്ളിയുടെ കയറി വന്നപ്പോൾ തന്നെ ഉള്ള പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഭയങ്കര ഒരു എന്താണ് നമുക്ക് തോന്നുന്നത്, നമുക്ക് ചില സമയത്ത് ഭയങ്കര ജാട എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജാടയാണോ അതോ ദേഷ്യമാണോ പുച്ഛമാണോ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു മോശം ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനാ, ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എനിക്ക് ക്രൂ എന്തോ ബട്ടർ മിൽക്കാണ് കൊണ്ടുതന്നു. ഞാൻ ബട്ടർ മിൽക്ക് കഴിച്ചു. നമ്മൾ തിരിച്ചവർ ഗ്ലാസ് കൊണ്ടുപോയി. അതേപോലെ ഹോട്ടലിൽ കൊണ്ടു തന്നു. അവരുടെ ആയിട്ടുള്ള സർവീസുകൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് കുറേ തന്നെ നിമിഷങ്ങൾക്ക് ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഭക്ഷണം വിളമ്പാൻ ആയിട്ട് മെനു ഒക്കെ കൊണ്ട് തന്ന് ഓർഡറൊക്കെ എടുത്തു. എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാനെന്തോ ഭക്ഷണം പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം ഓരോന്നോരോന്നായി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം എല്ലാം കൊണ്ട് തന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഡിന്നർ എയർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഡിന്നർ. അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന വിമാനങ്ങളാണെന്നുണ്ടെങ്കിൽ തനത് കേരള ഫുഡൊക്കെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി കേരള ഫുഡൊക്കെ കിട്ടുന്ന ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ഒരു ഡിന്നറായിരുന്നു അത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് പതുക്കെ ഇങ്ങനെ പല ആൾക്കാരും ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങിയിരിക്കുന്നു. എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഹി വാസ് എ ഫോളോവർ ഓഫ് മൈൻ. സോ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം എന്തൊക്കെയോ സംസാരിച്ചൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു 3 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അപ്പം ഈ മുമ്പിലിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൊരട് ലുക്കുള്ള ആ പുള്ളി ഞാൻ നോക്കുമ്പോൾ എന്താ എയർ ഹോസ്റ്റസ് ആ പുള്ളിയുടെ അടുത്ത് വരുന്നു. ആ പുള്ളിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കിനും ഇയാൾ അവിടെ ഇരുന്ന ആ എയർ ഹോസ്റ്റസിനോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുക. അത്യാവശ്യം ശബ്ദമൊക്കെ എടുത്തിട്ടാണ്. ഹിന്ദിക്കാരി പെമ്പിള്ളാരാ, അവർക്ക് എന്തോ ഇയാൾ എന്തൊക്കെയോ പറയുന്നത്. എനിക്കത് ഓഡിബിൾ ആവുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഡിബിളാണ്, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത്. ഇയാൾ എന്തൊക്കെയോ ഒരു ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ കൈയിനടുത്ത് കാണിച്ച് എന്തൊക്കെയോ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും ആരും ബിഹേവ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ആരോടും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല ആ രീതിയിൽ. അതിപ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ പോലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കൈയും കാലമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ അടിമകളോട് അല്ലെങ്കിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ ചില കൊച്ചമ്മമാരൊക്കെ സെർവൻസിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള കുറേ സംഭവങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ. അതേ ഒരു രീതിയിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് അങ്ങ് ചൊറേഞ്ഞ് വന്നെനിക്ക് ആൾക്കാരുടെ പൊട്ടിക്കണം തോന്നി. നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്രൂ അത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ആ പെണ്ണ് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ക്യാബിൻ സൂപ്പർവൈസർ വന്നു. ക്യാബിൻ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വിമാനത്തിലുണ്ടാവും. അവരായിരിക്കും ഈ ക്രൂവിനെ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ കൈയും കെട്ടി അവരുടെ ഒരു നിപ്പുണ്ട്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിന്നു. സാർ എന്താണ് പ്രശ്നം എന്നോട് പറയൂ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹി വാസ് ടെല്ലിങ് സംതിങ് അഗെയിൻ. അപ്പോൾ ഇയാളെന്തോ ചോദിച്ചു, അവർ കൊണ്ട് കൊടുത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ഇയാളെന്തോ ചോദിച്ചു, അവർ കൊണ്ട് കൊടുത്തില്ല. അതെനിക്ക് മനസ്സിലായി. ഇയാളെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾ അതിന് ഒടുക്കത്ത ദേഷ്യം. സാർ അയാൾ ബ്രിങ് ഇറ്റ് യു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയിട്ട് ഈ കട്ടറൊക്കെ ഇടുമല്ലേ, കട്ടറൊക്കെ മറിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകുന്നു. ആൻഡ് അവരെന്തോ ഒരു ഗ്ലാസ് എന്തൊരു സാധനം കൊണ്ടിട്ട് നീ കൊടുക്കുന്നു. ഇയാൾ പറയുന്നു എനിക്ക് വേണം, നിങ്ങൾ കൊണ്ടുപോകും, എനിക്കങ്ങും വേണ്ട, കോപ്പ് നിങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇയാൾ സംസാരിക്കുന്നു. ഇവരിത് ലൈക്ക് തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ എനിക്കാണിത് അറിയാൻ എന്താ സംഭവം എന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ടോയ്ലറ്റിൽ പോകാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഞാൻ ഇവരോട് ചോദിച്ചു എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അവർ പറയാണ് പുള്ളി ഒരു ഗ്ലാസ് ചായ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ക്യാപ്റ്റൻ ടർബുലൻസ് കാരണം ഈ സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആക്കി ഇട്ടിരിക്കുന്ന സമയത്ത് ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂളുണ്ട്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വിമാനത്തിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കറിയാം. ഇൻഡിഗോ ആണെങ്കിലും എയർ ഇന്ത്യ ആണെങ്കിലും ഇവർ ഈ ടർബുലൻസ് ഉള്ള സമയത്ത് യൂഷ്വലി ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ അങ്ങനെ ചെയ്യില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അവർ ആ സമയത്ത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും അവർ ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുക്കും, പക്ഷേ ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യില്ല. അത് ചിലപ്പോൾ നമുക്ക് ഹോട്ട് ഡ്രിങ്ക്സ് അല്ലേ, അപ്പോൾ ഈ വിമാനകാലം ജർക്കായിട്ട് ഇത് ക്രൂവിൻ്റെയോ ആൾക്കാരുടെയോ പാസഞ്ചേഴ്സിൻ്റെ ആരുടെയെങ്കിലൊക്കെ ദേഹത്ത് വീഴണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യാത്തത്. അപ്പോൾ അവർ പറഞ്ഞു ആ സമയത്ത് ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല ക്യാപ്റ്റൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ക്രൂ വാസ് ഓൾസോ സീറ്റ് ബെൽറ്റ് സൈൻ ഇടുക എന്ന് പറയുമ്പോഴത്തേക്കിനും പാസഞ്ചേഴ്സിന് മാത്രമല്ല സേഫ്റ്റി നോക്കേണ്ടത്, ക്രൂവിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കണം അല്ലേ. സോ ക്രൂ വാസ് ഓൾസോ ബക്കിൾഡ് അപ്പ് ആൻഡ് അവരും കൂടെ അവിടെ അവരുടെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കാരണം അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സീറ്റ് ബെൽറ്റ് സൈൻ വാസ് ഓൺ. ശരിക്കും സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആണെന്നുണ്ടെങ്കിലും ചില എയർലൈൻസ് ബിസിനസ് ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാർണിംഗ് ബെല്ല് വന്നു കഴിഞ്ഞാൽ അവരത് പോയി അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇവരത് അറ്റൻഡ് ചെയ്തില്ല. എന്താണേലും ഏത് ബിസിനസ് ആണെങ്കിലും എക്കണോമി ആണെങ്കിലും യാത്രക്കാരൻ്റെ ആ ഒരു സുരക്ഷിതത്വം നോക്കുന്നതിനോടൊപ്പം തന്നെ ക്രൂവിൻ്റെ സുരക്ഷിതത്വം നോക്കാൻ അവർക്കും റൈറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക. സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആണ്, ടർബുലൻസിൻ്റെ സമയത്ത് സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ആപ്ലിക്കബിൾ ഫോർ ദ ക്രൂ ആസ് വെൽ. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല വാർത്തകളും ഈ പറഞ്ഞ പോലെ ടർബുലൻസിൻ്റെ സമയത്തൊക്കെ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ
ക്രൂ അടക്കം ഈ ഡിപ്പിലേക്ക് പോയിട്ട് ഇവർ തലയടിച്ച് മേപ്പോട്ട് പോവുകയും താഴേക്ക് വരികയും മറിഞ്ഞു വീഴുകയും ഈ ക്രൂവിനെ പാസഞ്ചേഴ്സ് പരിചരിക്കുന്ന അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ പലരും യൂട്യൂബിലും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ക്രൂവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദം? അവരുടെ റെസ്പോൺസിബിലിറ്റി ആര് നോക്കും? സോ ദിസ് ബ്ലഡി ഗൈ വാസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഡൂയിങ് ദ ആജ്ഞാപിക്കൽസ്. ഇവൻ ഏതോ ഒരു ബ്യൂറോക്രാറ്റ് ആണ്, അല്ലെങ്കിൽ ഇവൻ എന്തോ ഒരു ഗവൺമെന്റ് ഓഫീസറാണ്, ഇല്ല ഇവൻ ഏതോ ഒരു കൊലകൊമ്പത്തെ ഒരു ക്ലാപ്പനാണ്. അതിന്റെ ആറ്റിറ്റ്യൂഡ് അവൻ കാണിക്കുകയാണ്. അവൻ മലയാളിയാണ്, പക്ഷെ അവൻ ഹി വാസ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. മുറി ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മളെല്ലാവരും സംസാരിക്കുന്ന പോലെ തന്നെ. ആൻഡ് ദിസ് എനിക്ക് പച്ച തെറി വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഒരു യൂട്യൂബ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും അത് ആ സമയത്ത് ഞാനിവിടെ ഒരു പാസഞ്ചർ ആയതുകൊണ്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ക്രൂ, ക്യാബിൻ സൂപ്പർവൈസർ അടക്കമുള്ള ക്രൂ, അവരെന്തായാലും ഇവൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ഒരുമാതിരി വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് കാണിച്ച് ബിഹേവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. എനിക്കിപ്പോഴും അവൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഈ വിമാനയാത്രകളിൽ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കിനും മറ്റ് പാസഞ്ചേഴ്സിനെയും അതേപോലെ തന്നെ ക്രൂവിൻ്റെയും ഫേസ് ബ്ലർ ചെയ്യാറുണ്ട്. അത് ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, അതങ്ങനെ ചെയ്യുന്നതാണ്. ലൈക്ക് ഇറ്റ്സ് ഫോർ എന്താ പറയുക, അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ടാവുമല്ലോ. വിമാനത്തിൻ്റെ പുറത്ത്, വിമാനത്താവളം ഈസ് എ പബ്ലിക് പ്ലേസ്, പക്ഷേ വിമാനത്തിൻ്റെ ഉള്ളിൽ ഈസ് നോട്ട് എ പബ്ലിക് പ്ലേസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ തൊലിയുരിഞ്ഞ് വീശാടാ. ഇവന് ഇത്രയ്ക്ക് അവൻ്റെ വേഷം കണ്ടാൽ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്ക്, അവൻ്റെ ലുക്ക് ഭയങ്കര സംഭവം, ഇവൻ്റെ ഭയങ്കര ജാട, ഇവൻ ട്രാവൽ ചെയ്യുന്ന ബിസിനസ് ക്ലാസ്സിൽ മറ്റത് മറിച്ചത്, എന്നിട്ട് ഇവൻ ഒരു ശകലം കോമൺ സെൻസ് ഇല്ലേ, ഒരു ശകലം ഒരു ബോധമില്ലേ? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ആ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ആൾക്കാർ ഇവൻ്റെ അടിമകളാണോ? ഇവൻ എന്താണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അവനെ പറ്റി എനിക്കറിയില്ല. വെദർ ദ ഗൈ ഈസ് ഗോണ വാച്ച് ദിസ് വീഡിയോ ഓർ നോട്ട്. പക്ഷേ എന്നാലും അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഞാൻ അവരോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ, ഓരോ മനുഷ്യരിങ്ങനെ അല്ലേ. വി ഹാവ് ബീൻ സീയിങ് മെനി പീപ്പിൾ ലൈക്ക് ദിസ്, സോ ഇറ്റ്സ് നത്തിങ് ന്യൂ ഫോർ എസ് എന്ന് അവരെന്നോട് പറഞ്ഞു. ആണല്ലേ, അത് ശരി, കേരള ഫ്ലൈറ്റ്സ് ആർ മച്ച് ബെറ്റർ എന്നൊരു വാക്കും കൂടെ അവർ പറഞ്ഞ അവസാനം. ഓക്കെ, ഐ സി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് ബാങ്കോക്ക് പോകാനായിട്ടോ മറ്റോ ആ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ആ ക്യാബിൻ സൂപ്പർവൈസർ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാ? ഞാൻ കേരളത്തിൽ നിന്നാ. ഓ, കേരള പീപ്പിൾ, ഓക്കെ, ദ പീപ്പിൾ വിത്ത് എന്താ പറയുക 100% ലിറ്ററസി. നമ്മൾ പ്രൗഡായിട്ട് പറയും, യെസ് വി ആർ 100% ലിറ്ററസി, വി ഹാവ് 100% ലിറ്ററസി. പക്ഷേ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സിവിക് സെൻസ് ഇച്ചിരി കുറവാണ്. ലിറ്ററസി ഉണ്ടായാൽ മാത്രം പോരാ, വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരാ, ചില സമയത്ത് കുറച്ച് സിവിക് സെൻസ് കുറവാണ്. ആ സിവിക് സെൻസ് കുറയുന്ന ഒരാൾ മതി മൊത്തത്തിൽ ഒരു നാടിനെ നശിപ്പിക്കാൻ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മളെപ്പോഴും മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് അതൊരു എയർ ഹോസ്റ്റസ് ആണെങ്കിലും, ഹോട്ടലിൽ നിൽക്കുന്ന ഒരു സപ്ലയർ ആണെങ്കിലും, ഒരു സെർവൻ്റ് ആണെങ്കിലും, സ്വന്തം വീട്ടിലെ സെർവൻ്റ് ആണെങ്കിലും, മെയ്ഡാണെങ്കിലും, ആരാണെങ്കിലും, ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും, ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും, നമുക്കൊരു സർവീസ് തരുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ്സ് ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങൾ പൈസ കൊടുത്ത് ഒരു സർവീസ് വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർ ചെയ്യുന്നതൊരു ജോലിയാണ്. ഏതൊരു ജോലിക്കും അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട അർഹത നമുക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന പോലെ അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മളും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അല്ലാതെ ഞാൻ കാശ് കൊടുക്കുന്നുണ്ട് എനിക്കത് കിട്ടണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. സോ ഓൾവേസ് റെസ്പെക്ട് അതേഴ്സ് ആൻഡ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ, എന്നോട് പലരും പറയാറുള്ള കാര്യമാണ്, പലരല്ല കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോകളിൽ വന്ന് കമൻ്റ് ഇടുന്ന കാര്യമാണ്. ഈ സുജിത്ത് ഓരോ സ്ഥലത്ത് പോയിട്ട്, പ്രത്യേകിച്ച് വിമാനത്തിൻ്റെ ഉള്ളിലിരുന്ന് തൊള്ള തുറന്ന് സംസാരിച്ച് വീഡിയോ എടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവില്ലേ, അല്ല ആവില്ലേ, ഇവന് ഇത്രയ്ക്ക് ഇതില്ലേ എന്ന്. ഞാൻ ഈ ഒരു സാധനം കണ്ടോ, ഈ മൈക്ക് കണ്ടോ, ഈ മൈക്ക് ഞാൻ വിമാനത്തിനുള്ളിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ മൈക്കിൻ്റെ ഒപ്പം ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പിടിച്ച് സംസാരിച്ചാലും, ഞാൻ ഇത്രയും പതുക്കെ സംസാരിച്ചാലും ഈ മൈക്ക് ഒപ്പിയെടുക്കും. ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു രീതി സംസാരിച്ചാൽ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് പോലും അത് കേൾക്കില്ല. ഇനി ഈ മൈക്ക് ഇല്ലാതെ ഞാൻ വീഡിയോ എടുത്താൽ പോലും ഞാൻ ഈ ഫോൺ എടുത്ത് അടുത്ത് പിടിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്ക് പോലും അത് കേൾക്കില്ല. ഇനി ഞാൻ എക്കണോമിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ എക്കണോമിയിൽ ഇരുന്ന് എത്ര വീഡിയോസിൽ ഞാൻ നല്ല വിളിച്ച് ഹലോ ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചാൽ ഞാൻ ഒരു എന്താ പറയുക സാഹചര്യമൊക്കെ നോക്കി, ആളും തരമൊക്കെ നോക്കി ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എനിക്കറിയാം. ഞാനൊരു പബ്ലിക് പ്ലേസിലും പോയിട്ട് ഒച്ചയെടുത്ത് നല്ല വിളിച്ച്
ഇപ്പം ഞാനങ്ങനെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും നിലവിളിക്കുന്നുണ്ടാവും. ഒരു പബ്ലിക് പ്ലേസിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും എൻജോയ് ചെയ്ത് നിലവിളിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അലച്ച് ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ടാവാം. അതല്ലാതെ ആരും മിണ്ടാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഹലോ ഗായ്സ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല സുജിത് ഭക്തൻ എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ കുറച്ച് കാര്യങ്ങൾ എനിക്കിത് പറയണമെന്ന് തോന്നി. ഓൾവേസ് റെസ്പെക്ട് അതേഴ്സ്. അത് എന്താണെങ്കിലും ദിസ് ഗൈ ഈ വിമാനത്തിൽ വെച്ച് ഞാൻ കണ്ട എൻ്റെ കോ പാസഞ്ചർ, ഹി വാസ് സച്ച് എ സ്റ്റുപ്പിഡ് ഗൈ. ഐ സ്റ്റിൽ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് മാൻ, ദാറ്റ്സ് ഇറ്റ്.